KSSPU തോടന്നൂർ ബ്ലോക്ക് 34-ാം വാർഷിക സമ്മേളനം അട്ടക്കുണ്ട് പാലം ജംഗ്ഷന് സമീപം TKG മണിയൂർ നഗറിൽ നടന്നു. ബ്ലോക്ക് രക്ഷാധികാരി കെ ബാലക്കുറുപ്പ് പതാക ഉയർത്തി. മനോജ് മണിയൂർ രചിച്ച് സുരേഷ് മണിയൂർ ഈണം നൽകി മണിയൂർ യൂണിറ്റ് സാംസ്കാരിക വേദി പ്രവർത്തകർ ആലപിച്ച സ്വാഗതഗാനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് NK രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ദിനേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ചില നയങ്ങൾ പെൻഷൻകാരെ സംബന്ധിച്ചും ഗൗരവമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്ന് നാം കാണാതിരുന്നുകൂടാ. കഴിഞ്ഞ നവംബറിലാണ് കേന്ദ്ര സർക്കാർ 8ാം ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ശമ്പള കമ്മീഷനെ പരാമർശിക്കാതെ പെൻഷൻകാരുടെ മുമ്പിലുള്ള വെല്ലുവിളി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. നാലാം ശമ്പള കമ്മീഷൻ മുതൽ 7ാം ശമ്പള കമ്മീഷൻ വരെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തോടൊപ്പം പെൻഷൻ പരിഷ്കരണവും പരിശോധനാ വിഷയമായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 8ാം ശമ്പള കമ്മീഷന്റെ മാർഗനിർദ്ദേശത്തിനകത്ത്
പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിശോധനാ വിഷയമാകേണ്ടതില്ല എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തുള്ള ഒരു നയത്തിൻ്റെ പ്രശ്നമാണ്. ഈ 8ാം ശമ്പള കമ്മീഷൻ വരുന്നതിന് മുമ്പ് 2025 മാർച്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഫൈനാൻസ് ബില്ലുണ്ട്. ആ ഫൈനാൻസ് ബില്ലിലെ വ്യവസ്ഥയാണ് ശമ്പള പരിഷ്കരണത്തോടൊപ്പം പെൻഷൻ പരിഷ്കരണം പരിഗണിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം. PFRDA നിയമം റദ്ദാക്കണം എന്ന ഡിമാൻഡ് ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരുമെല്ലാം നിരന്തരം ഉയർത്തുന്നതാണ്. ഇപ്പോൾ രാജ്യത്തെ നയസമീപനം തന്നെ പെൻഷൻകാരോട് നിഷേധാത്മകമാണ് എന്ന യാഥാർത്ഥ്യം നാം കാണാതിരുന്നുകൂടാ. മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിൻഷ മുഖ്യഭാഷണം നടത്തി. PM കുമാരൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും E നാരായണൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കും എടത്തിൽ ദാമോദരൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കലിക P ശങ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം ഉഷശ്രീ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രസിഡന്റ് NK രാധാകൃഷ്ണൻ, സെക്രട്ടറി വല്ലത്ത് ബാലകൃഷ്ണൻ, ഖജാൻജി E നാരായണൻ മാസ്റ്റർ എന്നിവർ ഭാരവാഹികളായി 25 അംഗ ബ്ലോക്ക് കമ്മിറ്റിയെയും ജില്ലാ കൗൺസിലിലേക്കുള്ള 34 അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റി അംഗം NK രാധ വരണാധികാരിയുടെ ചുമതല നിർവഹിച്ചു. സമ്മേളനത്തിന് ശേഷം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. വല്ലത്ത് ബാലകൃഷ്ണൻ സ്വാഗതവും PK ശ്രീധരൻ നന്ദിയും പറഞ്ഞു.